മനുഷ്യന് രക്ഷയുണ്ടെന്നും വളരെ വ്യക്തമായി ദൈവം പറഞ്ഞിട്ടും അതിനെ അനുസരിക്കാതെ ഈ ഭൂമിയിൽ ദൈവികമായ അനുഭവങ്ങൾക്കെതിരായി വ്യാപരിക്കുന്നതായ സാത്താന്യ ശക്തികളുടെ ആലോചനയ്ക്ക് മനുഷ്യൻ എന്ന് വിധേയപ്പെട്ടു പോയോ അന്ന് മുതൽ മനുഷ്യൻ അപകടത്തിലേക്ക് കൂട്ടുകുത്തുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, വളരെ പ്രതീക്ഷകൾ മനുഷ്യനെ കുറിച്ചുണ്ടായിരുന്നു. ഇന്ന് ഇതിൽ സഞ്ചരിക്കുന്നതായി ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന് വലിയ പ്രതീക്ഷയാണുള്ളത്. രാവിലെ ഉണർന്നെഴുന്നേറ്റു ഭവനത്തിലുള്ളതായി പ്രിയപ്പെട്ടവരോട് ടാറ്റ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്ക് ചെല്ലുമ്പോഴും അതേ വൈകുന്നേര സമയത്ത് തങ്ങളുടെ ഒറ്റവരുടെയും ഉടയവരുടെയും വരവ് കാത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് അത് ഇടുത്തി പോലെ ഒരു അപകടത്തിൻ്റെതായ വാർത്തയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണ്. സ്നേഹിതരെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മളെല്ലാം ദൈവത്താൽ പരിപാലിക്കപ്പെട്ട് സന്തോഷത്തോടെ ഭവനങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമായിരുന്നതായി മനുഷ്യൻ അത് ദൈവികമായ അനുഭവങ്ങളിൽ നിന്ന്, ആലോചനകളിൽ നിന്ന് മാറിപ്പോയപ്പോൾ, ദൈവിക പദ്ധതിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ ദൈവം മനുഷ്യനെ ഓർത്ത് ദുഃഖിച്ചു. ഇന്ന് ഇവിടെ ഞങ്ങൾ കേൾക്കുന്നതായി പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, അത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതായി ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. സർവശക്തനായ സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. അതേ, മനുഷ്യൻ സ്വയബുദ്ധിയാൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിട്ട് വ്യഭിചാരകർമ്മത്തിലും കൊലപാതകത്തിലുമൊക്കെ ചെന്നുപെടുമ്പോൾ അതൊരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്നതായ ഒരു അനുഭവമല്ല എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ മസിൽ പവറുള്ളപ്പോൾ, മണിപ്പവറുള്ളപ്പോൾ, അവൻ കൂട്ടുകാരുടെ സ്വാധീനമുള്ളപ്പോഴൊക്കെ ധാരാളം പദവികളിലിരിക്കുന്ന ഈ ആളുകളുമായിട്ട് പിടിപാടുള്ളതായ രാഷ്ട്രീയ പാർട്ടികളിൽ അത് നിലനിൽക്കുന്നതായ ആളുകൾക്കൊക്കെ ഒരുപക്ഷെ തോന്നാം, ഈ സമയത്ത് ഞങ്ങൾക്ക് അതേ പല ആളുകളെയും ഹിംസിക്കുവാൻ കഴിയും, കൊല്ലുവാൻ കഴിയും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളുടെ പണം കൊണ്ട് ഞങ്ങൾ നേടിയത് ആസ്വദിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചാൽ, പ്രിയമുള്ളവരെ, ഒരു സമയത്ത് ആരോഗ്യം നശിക്കും, പണം നശിക്കും, കൂട്ടുകാർ വിട്ടുപോകും. അതെ, ആർക്കും സഹായിക്കാൻ കഴിയാത്തതായ നാളുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ചേരുകയാണ്. ആ സമയത്താണ് മനുഷ്യൻ അതേ ദൈവത്തെ കുറിച്ച് ഓർക്കുന്നത്. ഇങ്ങനൊരു ദൈവകൽപ്പനയുണ്ടല്ലോ, ദൈവത്തിന്റെ ഒരു പ്രമാണമുണ്ടല്ലോ, ദൈവത്തിന് എന്നെ കുറിച്ച് പ്രതീക്ഷയുണ്ടല്ലോ എന്നെല്ലാം മനുഷ്യൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ദൈവികമായി പദ്ധതിയിലേക്ക് മനുഷ്യൻ അനർത്ഥങ്ങളിലേക്ക് ചെന്ന് ചാടി എന്നാണ് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായ വേദഭാഗമുണ്ട്. അവിടെ ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. വളരെ ഉപമയോടുകൂടി